ടെഡി ബിയർ എന്ന നാമത്തിന്റെ ഉത്ഭവം നമ്മൾ അറിഞ്ഞു. ഒരു കരടി എങ്ങനെയൊക്കെ പിടിച്ചൊരു വിൻഡോ മരത്തിൽ കെട്ടിവെച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ടെഡി ബിയറിന്റെ ചരിത്രം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ടു ദി ചാനൽ വിത്ത് മീ ശ്രീജിത്ത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ടെഡി ബിയർ ഇഷ്ടമാണല്ലേ? ടെഡി ബിയർ ഇഷ്ടമില്ലാത്ത ആരാണല്ലേ ഉള്ളത്? ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊരു സൈഡിൽ ഇരിക്കണം. നമുക്ക് ഇഷ്ടമുള്ളവരെ പറ്റി സംസാരിക്കാം. പല നിറത്തിലും പല വലിപ്പത്തിലും ടെഡി ബിയർ ഉണ്ടല്ലേ? അപ്പോൾ ഈ ടെഡി ബിയർ ശേഖരിക്കുന്നവരെ ആർക്ടോഫിൽസ് എന്നാണ് പറയുന്നത്. എന്താണ് ആർക്ടോഫിൽസ്? അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിലോ ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കണമെങ്കിലോ ആദ്യം എത്തുന്നത് നമ്മളെ ഓർമ്മയിലെത്തുന്നത് ടെഡി ബിയർ ആണല്ലേ? അത്രത്തോളം പ്രശസ്തവും നമുക്ക് ഇഷ്ടമുള്ള ആ ടെഡി ബിയറിൻ്റെ ചരിത്രം കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ടെഡി എന്ന് വിളിപ്പേരുള്ള അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റിൻ്റെ മിസിസിപ്പിയിലെ ഒരു കരടി വേട്ടയുമായി ബന്ധപ്പെട്ടാണ് ടെഡി ബിയർ എന്ന നാമത്തിൻ്റെ ഉത്ഭവം. അമേരിക്കയിലെ മിസിസിപ്പി ഗവർണർ ഒരിക്കൽ നമ്മുടെ റൂസ്വെൽറ്റിനെ വേട്ടയ്ക്കായി മിസിസിപ്പിയിലേക്ക് ക്ഷണിച്ചു. ട്രിപ്പിൽ പങ്കെടുത്ത പലർക്കും ചിലതിനെയൊക്കെ വേട്ടയാടാനായെങ്കിലും നമ്മുടെ റൂസ്വെൽറ്റിന് ഒന്നും തന്നെ ലഭിച്ചില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ സഹായികൾ ഒരു കരടിയെ എങ്ങനെയൊക്കെയോ പിടിച്ചൊരു വിൻഡോ മരത്തിൽ കെട്ടി അതിനെ വെടിവെച്ച് വീഴ്ത്തുന്നതിനായി തങ്ങളുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചു. പക്ഷേ അങ്ങനെ കൊല്ലുന്നതിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റില്ല എന്ന് പറഞ്ഞ് റൂസ്വെൽറ്റ് അതിനെ നിരാകരിക്കുകയും കരടി അതിൻ്റെ വേദനയിൽ നിന്ന് രക്ഷിക്കുന്നതിനെ അതിനെ വെടിവെച്ച് കൊല്ലാനും നിർദ്ദേശിച്ചു. ഈ സംഭവം ക്ലിഫോർഡ് ബെർമാൻ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരു കാർട്ടൂൺ വിഷയമാക്കി. ഇത് കണ്ട മോറിസ് മിക്ടോമിനെ പുതിയൊരു കളിപ്പാട്ടമാക്കാൻ പ്രചോദനമാവുകയായിരുന്നു. അങ്ങനെയാണ് ടെഡി ബിയർ നമ്മുടെ കയ്യിലൊരു കളിപ്പാട്ടമായി ഇപ്പോൾ എത്തിയത്. അതുമാത്രമല്ല, 1984 ഇംഗ്ലണ്ടിൽ ടെഡി ബിയറിനായി ഒരു മ്യൂസിയവും പണിതു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ടെഡി ബിയറിൻ്റെ ചരിത്രം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. ടെഡി ബിയർ എന്ന നാമത്തിൻ്റെ ഉത്ഭവം നമ്മൾ അറിഞ്ഞു. അതുപോലെ തന്നെ ടെഡി ബിയർ ശേഖരിക്കുന്നവരെ എന്ത് വിളിക്കും? ആർക്ടോഫിൽസ് എന്ന് വിളിക്കുമെന്നും നമ്മൾ അറിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതൊരു ടേക്ക് ആൻഡ് ബൈ. ഐ ആം ശ്രീജിത്ത്.